ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിനൊരു നോർമൽ ബി ആർ റാങ്ക് പുഷിങ് കളിക്കുകയാണ്. സോറി, റാങ്ക് അല്ല, നോർമൽ ബി ആർ ആണ്. അതായത് സോളോ വേഴ്സസ് സ്ക്വാഡാണ് ഞാൻ മോഡ് ഇട്ടത്. സോ ഗൈസ് അകത്തേക്ക് പോയിട്ട് കാണിക്കണം. സോ ഗൈസ് അവനെ കണ്ട് പേടിച്ച് ഞാൻ കിട്ട നോക്കിയപ്പോൾ അവ ഇറങ്ങി ഓടി. ഗൈസ് എന്താണ് പറ്റിയതല്ലേ? സോ ഗൈസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് തന്നെ അതിൽ ഫുള്ള് രൂപന്മാരാണ് കളിക്കാൻ വന്നിട്ട് നോർമൽ ബി ആർ ആയിട്ട് തോന്നുന്നു. അത് എനിക്കൊരു പെണ്ണുപിള്ള വന്നിട്ട് ഇറങ്ങി ഓടി. ഗൈസ് കുറച്ച് ഡാമേജ് അടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചാവുമായിരുന്നു. ബട്ട് അവൾ ഇറങ്ങി ഓടി. പിന്നെ ഞാൻ വിട്ടില്ല ഗൈസ്, അവൾ പിന്നാലെ ഓടി. ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാല്ല ഗൈസ്, എങ്ങോട്ട് ഓടുന്ന ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ നേരെ നോക്കിയപ്പോഴാണെങ്കിൽ ഇതാ പോകണം ഗൈസ്, ഒരു കറുത്താണ്. സോ ഗൈസ് പിന്നെ ഒരു ലോങ് റേഞ്ച് എടുക്കുന്നുണ്ട്. അവർ അടി കൊടുത്തപ്പോൾ തന്നെ നോക്കായിട്ടുണ്ട് പിന്നെ കയറ്റി. സോ ഗൈസ് ഞാൻ കുറച്ച് മിണ്ടൊക്കെ അടിച്ചിട്ട് നേരെ അടുത്ത് പിടിച്ചിട്ടോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇതിന് ടീംമേറ്റ്സൊക്കെ ചോദിച്ച് വരും എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പം ഇതിലുള്ള ടീംമേറ്റ് ആയിരിക്കും നേരത്തെ ഓടിപ്പോയത്. എന്തായാലും എനിക്കൊരു പിടിയ ഐഡിയ ഉണ്ട്. അതൊരു വേറെ ഒരുത്തം ചാറ്റ് കണ്ടടിച്ചപ്പോൾ അവൻ തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് രൂപമാരാണ് കേസ് ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ എൻ്റെ കൂടെ എന്താ പറയുക കളിക്കുന്നത്. പിന്നെ ഞാൻ ടീമായിട്ടൊന്നും ഇട്ടത് സോളോ സ്കോഡായിട്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള കേസ് നോക്കി. ഞാൻ എപ്പോൾ ചാവുന്നു അപ്പോൾ ഈ കളി അവിടെ കളിക്കുക. അങ്ങനെ ഒരു കളിയാണ് കേസ്. പിന്നെ ഒരു മെറ്റൊക്കെ അടിച്ചിട്ട് നൈസ് കേസ് അടുത്തവന്മാരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരുത്തിനെ കിട്ടിയിട്ടൊന്നുമില്ല. സോ കേസ് ഇവന്മാരൊക്കെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും നോക്കിയപ്പോൾ ഒരുത്തുന്ന നിൽക്കണം. സോ കേസ് പിന്നെ രണ്ടിനടുത്തപ്പോൾ തന്നെ ഓടിയായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ സ്നാക്ക് കുത്തി പിടിച്ച് പിന്നെ ഡബിൾ ബുള്ളറ്റ് കൊടുത്തപ്പോൾ തന്നെ എന്താ പറയുക അവർ ഫിനിഷായിട്ടുണ്ട്. സോ കേസ് ഒരു ടീം വൈപ്പായിരുന്നു. സോ കേസ് അത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നേരെ ഓരോട് നോക്കിയപ്പോൾ വേറെ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവയെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ടീമൊക്കെ നേരത്തെ കാണുമായിരിക്കും. സ്കൂളിൽ കളിക്കാവുന്നതായിരിക്കും. തിരിച്ചയക്കാൻ തന്നെ ഇതിലേക്ക് കൊല്ലാൻ ഭയങ്കര ഈസിയാണ്. ഡെയിലി പറയുകയാണെങ്കിൽ എന്താ പറയുക നൈസ് ഗെയിം. സോ ഗെയിം പിന്നെ വലിയൊരു റിസ്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ ഗെസ് പിന്നെ അവിടെ നിന്ന് മെട്ട് അടിച്ചിട്ട് എൻ്റെ ക്യാരക്ടർ ഇട്ടപ്പോഴാണെങ്കിൽ ബാക്കിൽ നിന്ന് രണ്ടാടി കിട്ടി. എനിക്കൊരു ഇത് നല്ല ഒരു അടിയായിരുന്നു. ഇത് കളിച്ചത് ഈ ഒരു പ്ലെയർ നന്നായിട്ട് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നല്ല കുത്തിപ്പിടിച്ചപ്പോൾ ഞാൻ ആ പ്ലെയർ എന്താ പറയുക ടീം ഹൈപ്പറായിട്ടുണ്ട്. സോ ഓക്കെ പിന്നെ ആദ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞാൻ ഓടിയിട്ട് എൻ്റെ സ്കില്ല് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്താ ഈ ഒരു സ്ഥലത്ത് ഈ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടൊന്ന് കമ്മ്യൂണിറ്റിക്ക്. പിന്നെ കഴിച്ച് നമ്മൾ നേരെ താഴെ ചുമ്മാ അതിനൊക്കെ കൊണ്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുത്തിനെ കണ്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം താഴോട്ട് നോക്കിയപ്പോൾ ഒരു കുതിരയാണെങ്കിൽ റെഡ് മാർക്ക് കാണിച്ചു. ഞാൻ കുതിര കുത്തിപ്പിടിച്ച് അടിച്ചപ്പോൾ 2-3 അടി കഴിഞ്ഞപ്പോൾ കുതിര ഓടി. പിന്നെ അവിടുന്ന് ഡിസിപ്ലൈനായി നോക്കി. പിന്നെ കുതിരയെ കാണാനൊന്നും പറ്റിയില്ല. സുഖിത അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കളിച്ചിട്ട് ബാക്കിൽ നിന്നൊരു അടി കിട്ടിയ 2 അടി. പക്ഷേ ഡാമേജ് ഒന്നും പോയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരത്തി വന്നിരിക്കുകയാണ്. ഒരു ടീമേറ്റ് ഞാൻ നല്ല സ്പീഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചിടാനുള്ള പാടുള്ളി. ഓക്കെ പിന്നെ ഞാനും പിറകെ പോയി നല്ല രീതിക്ക് അടിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് പോയതുകൊണ്ട് ഞാൻ കണ്ടില്ല. പിന്നെ നോക്കുമ്പോൾ നേരെ ഓടുന്നു. ഞാൻ മാക്സിമം പിടിക്കാൻ നോക്കിയത് കിട്ടിയില്ല. പിന്നെ ഞാനും മെല്ലെ താഴോട്ട് വാങ്ങിയിട്ട് താഴോട്ട് നോക്കിയപ്പോൾ ഇതാ ഓടുന്നു ഫ്രണ്ടിൽ കൂടെ. ഞാൻ നൈസിൽ സ്കോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് 2 അടി കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് ഫൈനൽ പ്രൈസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പേര് വന്നായിരുന്നു. ഈ പുള്ളിക്കാരത്തിൽ കൂടെ എടുത്തപ്പോൾ നമുക്കൊരു ടീം വൈപ്പാണ് കിട്ടിയിട്ടുള്ളത് കേസ്. ഓക്കെ അപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ കൂടുതലുള്ളവരൊക്കെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ കേസ് ഇതിലൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതിലൊരു ഫൺ മൊമെൻ്റാണിത്. വേറെ നല്ല കേസ് ഇതിൻ്റെ അകത്തോടെ ചുമ്മാ ഹൈഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പെട്ടുപോയി കേസ്. ഓക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അത് ചാടിയപ്പോൾ തന്നെ എന്തായാലും 8 പണി കിട്ടിയിട്ടുണ്ട് കേസ്. ഓക്കെ ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോഴാണ് എനിക്ക് ഹൈഡ് ചെയ്ത് പറയുന്നത്. പിന്നെ വല്ല വിധേന 7-നാണ് ഞാൻ പുറത്തിറങ്ങിയത്. സോ കേസ് ആ ഐ ഡി നിങ്ങൾ ഇപ്പം കാണിച്ചാണ് കേസ്. ഓക്കെ ഗൈസ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വെളിയിലിറങ്ങിയത്. സോ ഗൈസ് എൻ്റെ വെളിയിലിറങ്ങാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ഇപ്പം എപ്പോഴത്തേക്കും ഒരു ബഗ് പോലെ ഒരു സംഭവം കൊണ്ടുവന്നത് ഇതേപോലെ. ബട്ട് ബഗ്ഗാണെങ്കിലും നമുക്കിതൊരു യൂസും ഇല്ല. സോ ഗൈസ് പിന്നെ എഡിറ്റാണ് പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് പോകണമെങ്കിൽ കുറച്ച് യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ ഇവിടെ നിന്ന് യൂസിന് കാര്യങ്ങൾ അടിക്കായിരുന്നു. ബട്ട് ഇതിൻ്റെ പുറത്തായിട്ടൊരു ബഗ് പോലെ വന്നത്. സോ ഗൈസ് അതുകൊണ്ട് എനിക്കൊരു കാര്യങ്ങളൊന്നും തോന്നാത്തതുകൊണ്ട് തന്നെ നേരെ താഴോട്ട് വെച്ച് പിടിച്ചു ഗൈസ്. അപ്പോഴത്തേക്കും ഇംഗ്ലീഷൊക്കെ നല്ല നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. ഇന്നലേക്ക് എവിടെ പോയി വിളിച്ചാണോ പിന്നെ നല്ല ഡൗട്ടുണ്ട്. എനിക്ക് പലതിലും ബോട്ട് പ്ലേയേഴ്സായതുകൊണ്ട് തന്നെ
സോണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ കയറിപ്പെട്ട് ചാവയാണ് പതിവ്. ഓക്കെ, ഈ ബോട്ട് പ്ലേയേഴ്സൊക്കെ എന്താ പറയുക, നല്ലതായിട്ട് ഒരടി കൊള്ളുമ്പോൾ തന്നെ അവർ ഓടിപ്പോകാനാണ് പതിവ്. ഓക്കെ, എപ്പോഴാണെങ്കിൽ നേരത്തെ മനസ്സിൽ തന്നെ ഫൈനൽ ഫൈറ്റ് ഇവിടെ വെച്ചാണ്. ഓക്കെ, ലാസ്റ്റ് 2 പേരായി പ്രൈസ് ഫൈറ്റിൽ. ഓക്കെ, ഞാനൊരു മെഗാ വെടി അടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് എന്നെ നല്ല രീതിക്ക് അടിച്ച് കേസ്. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും ഒരു മെഡ് അടിച്ചിട്ട് ഒരു ഫ്രീസർ വാരി എറിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരി ഇങ്ങോട്ടൊരു ഫ്രീസർ എറിഞ്ഞു കേസ്. ഓക്കെ, പക്ഷേ എനിക്ക് ഡാമേജ് ചെയ്യാനൊന്നും കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ ഒരു ചാൻസ് വന്നേരം അത് ഭയങ്കരമായിട്ട് ബോംബും കാര്യങ്ങളൊക്കെ വലിച്ചെറിയായിരുന്നു. ഞാൻ മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നത് തന്നെ നല്ല ഹൈഡിങ് സ്പോട്ടാണ് കേസ്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രീസർ ഒന്നിൻ്റെ അകത്ത് കൊണ്ട് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ ഇറങ്ങിപ്പോയി കേസ്. ഓക്കെ, ആ പുള്ളിക്കാരത്തി ഫസ്റ്റ് എറിഞ്ഞ ഫ്രീസറിൻ്റെ ആ ഒരു സ്പോട്ടിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാനും ഒരു ഫ്രീസർ എറിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു 10 ഡാമേജിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിച്ചായിരുന്നു. സോ ഞാനും കുറച്ച് ഹാപ്പിയായി. ബട്ട് എന്താ പറയുക, അടുത്ത് കയറിയ നേരത്ത് ആ ഫ്രീസർ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി. ഓക്കെ, അങ്ങനെ എനിക്ക് 40 ഡാമേജ് ആയിട്ടുണ്ട്. സോ ഈ ചാനലിലേക്ക് പുള്ളിക്കാർക്ക് ഓരോ നോക്കിയപ്പോൾ എൻ്റെ ഗ്രൂവാനും കാര്യങ്ങളൊക്കെ അതിന് കൂടെ എൻ്റെ ഡാമേജ് നല്ല രീതിക്ക് ഇറങ്ങുന്നതായിരുന്നു. പിന്നെ ഞാൻ മെഡ് എങ്ങനെയോ കഴിച്ച് കേസ്. ഓക്കെ, പിന്നെ ഞാൻ ഒരു കവർ എടുത്തിട്ട് പുള്ളിക്കാരത്തി കിട്ടിയായിരുന്നു കേസ്. ഓക്കെ, പിന്നെ ഒരു റിട്ടേൺ കിറ്റ് അടിച്ചിട്ട് ഒരു ഫ്രീസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു എൻ്റെ സ്റ്റാൻഡ് സ്കില്ലെടുത്ത് ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് സൈഡിലോട്ട് പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി റെസ്റ്റഡ് ചെയ്യുന്നിടത്ത് വന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്ത് കേസ്. ബട്ട് പുള്ളിക്കാരി അതൊരു ഷോർട്ട് റേഞ്ച് ഗണ്ണൊക്കെ അടിച്ചെങ്കിൽ നല്ല ഡാമേജ് ആണെങ്കിൽ. ഓക്കെ, ഞാൻ സ്റ്റാൻഡ് ആക്റ്റീവ് ആക്കിയിട്ട് ബാങ്കിൽ കൂടെ പോയി ഒരു നല്ല ഡാമേജ് കൊടുത്തായിരുന്നു. അതിന് ഞാൻ കുറച്ച് നേരം മെഡടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ ഡബിൾ മെഡ് അടിച്ചപ്പോൾ തന്നെ എൻ്റെ HPയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ധൈര്യമായിട്ട് പേടിക്കാതെ പോകാം. അങ്ങനെ ചാടി വന്ന് നല്ല രീതിക്ക് കുത്തി പിടിച്ചപ്പോൾ ആ പുള്ളിക്കാരത്തി ഷോട്ടുകളൊക്കെ അടിച്ച് പണ്ട് ഞാൻ വിട്ടുകൊടുത്ത കേസാണ്. ഞാൻ നല്ല രീതിക്ക് കുത്തി പിടിച്ചു. സോ കേസ് വേണമെങ്കിൽ വയ്യ വന്നു. അപ്പോൾ അത്രയുള്ള കേസ് സബ്സ്ക്രൈബ്